നമസ്കാരം. ഇന്നത്തെ ലൈവിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലൈവ് അപ്ഡേറ്റുകൾ ഞാൻ ഇടാറുണ്ടായിരുന്നില്ല. നിങ്ങളിൽ എത്ര ആളുകൾക്ക് അറിയാം എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് പരിപാടിയൊക്കെ നടക്കുന്നത്. ഇന്നത്തെ ലൈവിലേക്ക് വലിയ ആവേശത്തോടെ രാവിലെ പോയപ്പം ആകെ മൊത്തം വിഷമം സീനാണ്. ഞാൻ തന്നെ ആകെ ഡൗൺ ആയിപ്പോയി. പൂജയ്ക്ക് വയ്യ, അദ്ദേഹത്തിൻ്റെ ഡിസ്കിന് എന്തോ പ്രോബ്ലം ഉണ്ട്, കിടപ്പാണ്. പൂജ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഞരങ്ങും, വേദന കാരണം ഇങ്ങനെ ഞെരുങ്ങും. എനിക്കത് ഭയങ്കര ട്രോമാറ്റിക്കാണ്. കാരണം അമ്മയ്ക്ക് നടുവിന് ഇഷ്യൂ ആയിരുന്നു, അപ്പോൾ ദീർഘകാലം കിടപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വേദന എടുത്തിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മൂളും. കാരണം അവർക്ക് പറ്റണില്ല, അത്രയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് റിക്കവറായിട്ട് വീണ്ടും ആക്റ്റീവ് ആവാം എന്നുള്ളത് ഇത്തിരി ടാസ്ക് പരിപാടിയാണ്. ദീർഘകാലം ബെൽറ്റൊക്കെ ഇട്ട് നടക്കേണ്ടി വരും. ഈ ബെൽറ്റൊക്കെ ഇട്ട് നടക്കുന്ന സമയത്തുള്ള പ്രശ്നം, നട ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, കയറാൻ ബുദ്ധിമുട്ടുണ്ട്, കയറാൻ പറ്റില്ല. ഒത്തിരി കഷ്ടപ്പെട്ടവരെയൊക്കെ ഒത്തിരിയധികം ബുദ്ധിമുട്ടിച്ചാൽ മാത്രമേ നടയൊക്കെ കയറ്റാൻ പറ്റത്തുള്ളൂ. പിന്നെ കാറിലൊക്കെ പോകുന്ന സമയത്ത് ഗട്ടർ ഭയങ്കര പ്രശ്നമുണ്ട്. ഞാനൊക്കെ വളരെ പതുക്കെയൊക്കെയാണ് അമ്മ ചെക്കപ്പിനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു വലിയ ടാസ്ക്കാണ് ഈ നടുവിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഒരിടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചു, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്കെല്ലാം ഇപ്പം നമ്മളിൽ പല ആളുകളെയും പോലെ തന്നെ കാറൊക്കെ ഉള്ള ആളുകളായിരിക്കുമോ? ആയിരിക്കില്ല, എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് എന്തോരം നട ഇറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. ചില റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ മറ്റേ എസ്കലേറ്റർ സംവിധാനമൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ നാട്ടിലേക്ക് ചില റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങാനും കയറാനുള്ള ബുദ്ധിമുട്ട്. ബസ്സിൽ വല്ലതും നടക്കുമോ? KSRTCയുടെ നട കയറി ഒരു സീറ്റ് കരസ്ഥമാക്കി കഴിഞ്ഞാൽ ആ ഡ്രൈവർമാർ വല്ല ഹമ്പ് കാണുന്ന സമയത്തോ ഗട്ടർ കാണുന്ന സമയത്തോ ചവിട്ടി ഇറക്കുമോ? ഇല്ല, എടുത്തടിക്കും. അപ്പോൾ ഈ വയ്യാത്ത ഒരാളുടെ ലൈഫ് വരെ പോകും. ഏറ്റവും ഫ്രണ്ട്ലി അല്ലാത്ത അന്തരീക്ഷമാണ്. ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു പാവപ്പെട്ടവൻ വയ്യാത്ത ഒരുത്തൻ ബസ് സ്റ്റോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ ഇരിക്കാനായിട്ട് ഒരു ഇരിപ്പിടമുണ്ടോ? നടുവിന് വയ്യാത്ത ഒരാൾ ഈ മറ്റേ ഒറ്റക്കമ്പിയിൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഈ പട്ടം ജംഗ്ഷനിൽ, അല്ല കേശവദാസപുരം ജംഗ്ഷനിൽ പ്രൈം സ്പോട്ടാണ്, ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ടതാണ്. ഒന്നുമില്ല, ഒരു കമ്പി മാത്രമേ ഉള്ളൂ. അത് മറ്റേ ഈ ഇരിക്കാൻ വേണ്ടിയുള്ള കമ്പിയല്ല. ആ കമ്പി ആരോ മുറിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ അത് നാശമാവുകയോ ചെയ്തു. കാലങ്ങളായിട്ട് അങ്ങനെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, തലസ്ഥാനമാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഏതായാലും അത് കണ്ടപ്പോഴത്തേന് ഞാനാകെ ഡൗൺ ആയിപ്പോയി. ഇനിയിപ്പം സിബിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അയ്യോ, അദ്ദേഹം ആകെ പേടിച്ച് വയ്യാണ്ടായിപ്പോയി. ഇപ്പം സിബിൻ ഡ്രാമയാണോ അതേപോലെ തന്നെ ട്രോമയാണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് ചില ആളുകൾ പറയുന്നു. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്കതിനെ ഡ്രാമ എന്നൊന്നും വിളിക്കാനായിട്ട് പറ്റില്ല. അദ്ദേഹം ആകെ മൊത്തത്തിൽ എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര പേടിയുണ്ട്. അദ്ദേഹത്തിന് മുന്നേ ഇത്തരത്തിലുള്ള ഒരു ട്രോമ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിപ്രഷൻ സിറ്റുവേഷനിലേക്കൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് പേടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഹൗസിലുള്ള എല്ലാ ആൾക്കാരും പേടിയാണ്. എന്ത് കണ്ടൻറ്റാണ് പുറത്തു പോകുന്നത് എന്ന് വല്ലാത്ത പേടിയാണ്. കൺഫെഷൻ റൂമിലിരിക്കുന്ന ഈ ഒരു വീഡിയോ പോലും കണ്ടൻറ്റായിട്ട് പുറത്തു പോകുമെന്നുള്ള വലിയ ഭയമുണ്ട്. അതൊക്കെ ബിഗ് ബോസിനോട് അദ്ദേഹം പറയുന്നു. അദ്ദേഹം വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ആകെ മൊത്തത്തിൽ തകർന്നുപോയി, പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ പുള്ളിക്കാരൻ വേറെ ഒരു രീതിയിലാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തൻ്റെ എതിരാളികൾ തൻ്റെ ആ ഒരു വീക്കായിട്ടുള്ള സിറ്റുവേഷൻ കണ്ടിരിക്കുന്നു. അവരുടെ മുന്നിൽ വെച്ചിട്ട് താൻ തെറ്റും അവർ ശരിയും എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നു. അപ്പം താൻ ഇതുവരെ പിടിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഗെയിം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ ഇമേജ് കോൺഷ്യസ് ആണ്. ഇമേജ് കോൺഷ്യസ് എന്ന് പറയുമ്പം നല്ലൊരു ക്വാളിറ്റി ഓഫർ ചെയ്തിട്ടാണ് സിബിനകത്തേക്ക് വരുന്നത്. ഫെയർ ആയിട്ടുള്ളൊരു ഗെയിം, എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അവിടെ എല്ലാം പരാജിതനായി നെഗറ്റീവ് വൈബാണ് താൻ നൽകുന്നത് എന്നൊക്കെ റസ്മിൻ പറഞ്ഞതും സിബിൻ കണക്കിലെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ അലട്ടുന്നത് പുറത്ത് എന്ത് ചർച്ച ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ആ ഒരു പ്രധാന വാതിലിൻ്റെ അവിടെ പോയി എനിക്ക് പുറത്ത് പോകണം എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് ചെയ്ത് കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നത്. കൺഫെഷൻ റൂമിലേക്ക് സിബിനെ വിളിച്ച അതേ സമയത്ത് തന്നെ നമ്മുടെ പൂജയെ നോക്കാനായിട്ട് ഡോക്ടർ വരികയുണ്ടായി. എന്താണെങ്കിലും ബെഡ് റെസ്റ്റ് അല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. ഇപ്പോൾ പൂജയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആളുകളാണല്ലോ. അപ്പോൾ അങ്ങനെ വലിയ ഒരു സെലിബ്രിറ്റി പ്രൊഫൈൽ അങ്ങനെയുള്ള ഒരു റേഞ്ചിലേക്കൊന്നും വന്നിട്ടില്ല. അവരൊക്കെ കരിയറിൻ്റെ തുടക്കത്തിലാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള സെറ്റ് ബാക്കുകൾ അവർക്ക് വലിയ വേദനയുള്ള ഒരു സംഗതിയാണ്. ഇപ്പം സിബിൻ, പൂജ, ഇവരുടെ ഒരു വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷനുകളാണ് ലൈവിൽ രാവിലെ മുതൽ നമ്മൾ കാണുന്നത്. ഒത്തിരിയധികം വിഷമം തോന്നുന്ന സിറ്റുവേഷൻസാണ്.
പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ഇവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അപ്സരയുടെയൊക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, മെഡിക്കൽ എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്സരയാണ് കൂടെ നിൽക്കുന്നത്. ബിഗ് ബോസ് അപ്സരയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിളിക്കുന്നത്. ഇപ്പം പൂജയുടെ ഒപ്പം അപ്സരയുണ്ട്. കഴിഞ്ഞ ദിവസം ജാസ്മിൻ ആകമൊത്തത്തിൽ ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് അപ്സര ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ അങ്ങനെ ബ്രേക്ക് ഡൗൺ ആവും. ഇപ്പം ജാസ്മിൻ, ഗബ്രി, ഇപ്പോൾ അവരുടേതെല്ലാം ഡ്രാമയാണ് എന്ന് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു. ഇപ്പം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പെട്ടെന്ന് റിക്കവറായിട്ട് വരുന്നത് ഓരോ ആളുകളുടെയും സ്ട്രോങ് ആണ് എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് റിക്കവറായി വരുന്ന ആൾക്കാരുണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയത്തില്ലേ, പെട്ടെന്ന് വഴക്കുണ്ടാക്കിയിട്ട് കൂളാവുന്ന ആൾക്കാരും വഴക്കുള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരും. ഇപ്പോൾ ഈ ജാസ്മിൻ എന്നൊക്കെ പറയുന്ന ക്യാരക്ടർ പെട്ടെന്ന് വഴക്കൊക്കെ തീർത്ത് തിരിച്ച് ഗെയിമിലേക്ക് വരുന്ന ഒരാളാണ്. ഉള്ളിലേക്ക് അത്ര അധികം പോവില്ല, പക്ഷേ പെട്ടെന്ന് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. ഇപ്പോൾ സിബിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ അവസാനം പൊട്ടുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം അതിനകത്ത് അവരുടെ ഈഗോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവരവിടെ ആ ഒരു തോൽവി എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് മാറി എവിടെയെങ്കിലും ഇരിക്കാനാണ് എനിക്ക് പറ്റുക എന്നൊക്കെ ബിഗ് ബോസിനോട് സിബിൻ പറയുകയുണ്ടായി. ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. പേടിച്ച് പോയിട്ട് അതിൽ നിന്ന് തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കേണ്ടി വരും. അദ്ദേഹത്തെ ഈ ഒരു ഹൗസ് ഹോണ്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ കണ്ടൻറ്റ്, അതാണ് മെയിൻ പ്രശ്നം. അദ്ദേഹം വിചാരിക്കുന്നത് വേറെ തരത്തിലാണ് തൻ്റെ കണ്ടൻറ്റുകൾ പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ജിൻഡോയെ സീനിൽ കാണാനില്ല. ടോട്ടലി ആളുകളൊക്കെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഇരിക്കുകയാണ്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബോറിംഗ് ആയിട്ട് പോകും. ഇത്രയധികം കണ്ടസ്റ്റൻസ് ഉണ്ട്, അത്രയധികം കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതിൽ രണ്ടാളുകൾ ഡൗൺ ആവുന്ന സമയത്ത് അവരുടെ കൂടെ ആളുകൾ ചേരുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം എല്ലാവരും വീക്ക് ആവുന്ന സമയത്ത്, പലതരത്തിൽ പല ആളുകളും വീക്ക് ആവുന്ന സമയത്ത്, അവരുടെ വീക്ക്നെസ് ഇങ്ങനെ എക്സ്പ്രസ് ആവുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മടി ഉണ്ടാവും. അതിൽ നിന്ന് തിരിച്ച് പെട്ടെന്ന് റിക്കവറായിട്ട് വരുന്ന ആളുകൾക്ക് മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെയുള്ള ഒരു ആംബിയൻസ് ആണ്. അതേപോലെ എവിക്ഷൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അധികം ആളുകൾ പുറത്തേക്ക് പോയിട്ടില്ല, നല്ലപോലെ ആളുകൾ അകത്ത് നിൽക്കുന്നു. ഇനി വേറൊരു രീതിയിൽ ഇതിനെ മാറ്റി പിടിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ചലഞ്ചേഴ്സ് വല്ലതും വരേണ്ട വരുമോ എന്നുള്ളതറിയില്ല. വൈൽഡ് കാർഡുകൾ വന്നപ്പോഴത്തേന് സീസൺ 6 ശരിക്കും പറഞ്ഞാൽ ആദ്യം മുതൽ തുടങ്ങിയതുപോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ അവസാനിച്ചു. ഇപ്പോൾ ഇങ്ങനെ അവസാനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം സിബിൻ, പൂജ എന്നൊക്കെ പറയുമ്പോഴത്തേന് അവർ ഡൗൺ ആയി കഴിഞ്ഞാൽ, പൂജ പുറത്തു പോയി അല്ലെങ്കിൽ സിബിൻ ആഗമനത്തിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ സ്ട്രോങ് പ്ലെയേഴ്സിനൊക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടോ പ്ലാൻ ചെയ്യാനായിട്ടോ ആളുകളില്ലാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഹൗസിൽ കണ്ട കാര്യങ്ങൾ. ഡൗൺ ആയിപ്പോയി, ലൈവ് കണ്ടിട്ട് ഡൗൺ ആയിപ്പോയി. മിക്കവാറും ഞാൻ രാവിലത്തെ ലൈവ് സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. നന്ദി.